സുരേഷ്, ഞാൻ ചോദിച്ച ചോദ്യം താങ്കൾ ആദ്യം കേട്ടില്ല. അതായത് ഈ ആം ആദ്മി പാർട്ടി ഇപ്പോൾ ആരോപിക്കുന്നത് സ്വാതി മലിവാൾ BJPയുടെ ആയുധമാണ് എന്നാണ്. ആദ്യഘട്ടത്തിൽ ആം ആദ്മി പാർട്ടി മലിവാളിനെ പിന്തുണച്ചിരുന്നു. പിന്നീട് അവർ കാര്യങ്ങൾ മനസ്സിലായി പുറകോട്ട് പോയി. ഇന്ന് മാർച്ച് അടക്കം നടത്തുകയാണ് BJP ആസ്ഥാനത്തേക്ക്. അവിടെ പോലീസ് തടഞ്ഞ പശ്ചാത്തലമൊക്കെ ഉണ്ടായി. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ BJP മറ്റു സംസ്ഥാനങ്ങളിൽ പ്രായോഗികമാക്കിയതോ അതുപോലെ തന്നെ ഡൽഹിയിലും ആം ആദ്മിയെ തകർക്കാൻ അവരുടെ ഇപ്പോൾ ഓപ്പറേഷൻ ചൂൽ എന്നാണ്, ഓപ്പറേഷൻ ചൂൽ നടപ്പാക്കുന്നു BJP എന്നാണ് അരവിന്ദ് കെജ്രിവാൾ ആരോപിക്കുന്നത്, ആം ആദ്മിക്കുള്ളിൽ തന്നെ. അതാണ് എന്താണ് അതിന്റെ സത്യം? അത്തരത്തിലുള്ള നീക്കം BJPയുടെ ഭാഗത്തുനിന്ന് രാഷ്ട്രീയമായി ഉണ്ടാകുന്നുണ്ടോ? ശ്രീ രഞ്ജിത്ത്, നേരത്തെ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ ഈ സ്വാതി മലിവാളുമായിട്ട് അരവിന്ദ് കെജ്രിവാളിനുള്ള ബന്ധം ഏകദേശം 20 വർഷത്തെ ബന്ധമാണ്. അദ്ദേഹം ഒരു പരിവർത്തനം എന്ന് പറഞ്ഞ ഒരു NGO ആരംഭിക്കുന്ന കാലഘട്ടം മുതൽ തന്നെ അദ്ദേഹം സ്വാതി മലിവാളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രവർത്തക എന്ന നിലയിൽ, സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ അവർ വളരെ സജീവമാണ്. അതോടൊപ്പം തന്നെ AAP എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുന്ന കാലഘട്ടം മുതൽ അതിന്റെ നേതാക്കളിൽ ഒരാളാണ് സ്വാതി മലിവാളെന്നും എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം. ഈ ഇന്ത്യയിലെ സ്ത്രീ വിമോചന പോരാട്ടങ്ങളിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് സ്വാതി മലിവാൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് പോലും മുഖ്യമന്ത്രിയുടെ വസതിയിൽ കെജ്രിവാൾ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വസതിയിൽ അവരുടെ അഭിമാനവും സ്ത്രീത്വവും ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ വിഷയം. കഴിഞ്ഞ 13-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. 13-ാം തീയതി ഉണ്ടായ സംഭവം അവരുടെ മാനവും അതോടൊപ്പം തന്നെ സമൂഹത്തിലുള്ള പ്രാധാന്യവും മനസ്സിലാക്കിക്കൊണ്ട് ആ സമയത്ത് പുറത്തു വന്നിട്ടില്ല. പക്ഷേ ആ സമയത്ത് തന്നെ അദ്ദേഹം അവർ അറിയിക്കേണ്ടവരെ അറിയിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 112 എന്ന് പറയുന്ന എമർജൻസി നമ്പറിലേക്ക് വിളിച്ച് പോലീസിനെ ഇൻഫോം ചെയ്യുകയും അതിനെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ കാണേണ്ടത് 13-ാം തീയതി നടന്ന ഒക്കറൻസ് ടൈം എന്ന് പറയുന്ന 13-ാം തീയതിയാണ്. ഒക്കറൻസ് ഡേ എന്ന് പറയുന്നത് 13-ാം തീയതിയാണെങ്കിൽ ഒക്കറൻസ് പ്ലേസ് ഒരു വെർബൽ ആൻഡ് ഫിസിക്കൽ അബ്യൂസ്, അതോടൊപ്പം തന്നെ സെക്ഷൽ ഹറാസ്മെന്റ് ഉൾപ്പെടെയുള്ള ആ ഇൻസിഡന്റ്, ആ ക്രൈം നടന്നിരിക്കുന്നത് ചീഫ് മിനിസ്റ്ററുടെ റെസിഡൻസിലാണ്. മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി വിഭവ് കുമാർ ആ സ്ത്രീക്ക് നേരെ അതിക്രൂരമായിട്ടുള്ള ആക്രമണം നടത്തിയിരിക്കുന്നത്. അവരുടെ നാഭിയിൽ ഉൾപ്പെടെ ചവിട്ടിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന കാര്യങ്ങൾ പറയുന്നത്. അവരുടെ ഷർട്ടിന്റെ ബട്ടൺ പിടിച്ച് അഴിച്ചു എന്നുള്ളതാണ് മറ്റൊരു ആരോപണമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സ്ത്രീയെ, അത് സമൂഹത്തിൽ വളരെ മാന്യമായി ഇന്ത്യൻ പാർലമെന്റിൽ രാജ്യസഭാംഗമായിട്ടുള്ള ഒരു സ്ത്രീയെ, അതോടൊപ്പം തന്നെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന ഒരു സ്ത്രീയെ, വളരെ ശക്തിയായിട്ട് വനിതാ മൂവ്മെന്റിന്റെ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് പോലും കെജ്രിവാളിനെതിരെ പ്രതികരിച്ചാൽ, കെജ്രിവാളിന്റെ നീചമായ പ്രവർത്തികൾക്ക് അനുകൂലമായിട്ട് നിന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് സെക്ഷൽ ഹറാസ്മെന്റ് ഉൾപ്പെടെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമാണോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പ്രസക്തിയായിട്ടുള്ളത്. ഇവിടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഈ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നത് ഒരു മൂന്നാംകിടക്കാരനാണ് എന്ന് ആദ്യം മനസ്സിലാക്കിയ ആള് ഇന്ന് നമ്മൾ മാത്രമല്ല, സുപ്രീം കോടതി പോലും മനസ്സിലാക്കിയിട്ടില്ല ഇതുവരെ. ആദ്യം മനസ്സിലാക്കിയത് അണ്ണാ ഹസാരെയാണ്. അതുകൊണ്ട് തന്നെയാണ് അണ്ണാ ഹസാരെ അദ്ദേഹത്തിന്റെ മൂവ്മെന്റിൽ നിന്ന് ഇദ്ദേഹത്തെ പണ്ടേ പുറത്താക്കിയത്. ഇദ്ദേഹം ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത നിലപാട് അണ്ണാ ഹസാരെ എടുത്തത് ഇദ്ദേഹം ഒരു അഴിമതിക്കാരനും ക്രിമിനൽ സ്വഭാവമുള്ള ആളും ഏകാധിപതിയും ആണ് എന്ന് അണ്ണാ ഹസാരയ്ക്ക് ആദ്യം ബോധ്യമായതുകൊണ്ടാണ്. അതിനുശേഷം യോഗേന്ദ്ര യാദവ്, അതോടൊപ്പം തന്നെ പ്രശാന്ത് ഭൂഷൺ, ആനന്ദ് കുമാർ, അജിത് ഝാ തുടങ്ങി AAPയുടെ ആരംഭകാലത്തുണ്ടായിരുന്ന എല്ലാ നേതാക്കന്മാരും ഈ പാർട്ടി വിട്ടുപോകുമ്പോൾ പറഞ്ഞു, ഇയാൾ ഒരു ഏകാധിപതിയാണ്, ഇയാൾ അഴിമതിക്കാരനാണ്, ഇയാൾ തോന്നിയാസിയാണ്, ഇയാളുമായിട്ട് ജനാധിപത്യ രീതിയിൽ പ്രവർത്തിച്ചു പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും പോയത്. ഇവിടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, അറസ്റ്റ് ചെയ്ത് അകത്തേക്ക് പോകുന്ന സമയത്ത് ഛത്തീസ്ഗഡിലെ ആദിവാസി നേതാവായിട്ടുള്ള മുഖ്യമന്ത്രി പോലും അന്തസ്സായിട്ട് രാജിക്കത്ത് ഗവർണർക്ക് കൊടുത്തിട്ടാണ് ജയിലിലേക്ക് പോയത്. അത്രയും വലിയ ഒരു മഹത്വം ഭരണഘടനയോട്, അഴിമതിയുടെ പേരിലാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നതെങ്കിലും അഴിമതിയുടെ പേരിൽ ജയിലിൽ പോകുന്ന ഞാൻ ഒരു നാടിന്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാണ് ഹേമന്ത് സൊറാൻ രാജിവെച്ചിട്ട് പോകുന്നത്. ആ മാന്യത പോലും കാണിക്കാതെ ഒരു AAPയുടെ അടിസ്ഥാന പ്രാഥമിക മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത
ഭാര്യയെ രംഗത്തിറക്കി സഹതാപമുണ്ടാക്കി ജയിലിൽ കിടന്നാലും ഞാനല്ലാതെ AAPയിലും ഡൽഹിയിലും മറ്റൊരു നേതാവ് പാടില്ല എന്ന് പറയുന്ന അധികാരം തലയ്ക്ക് പിടിച്ച് അതിന്റെ മൂർത്തിമത് ഭാവമായിട്ട് മാറിയിരിക്കുന്ന അഹങ്കാരിയും അഴിമതിക്കാരനുമായിട്ട് പക്ഷേ ആ അഹങ്കാരിയും അഴിമതിക്കാരനുമാണ് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന കെജ്രിവാളിനെ BJP പേടിക്കുന്നുണ്ട് ശ്രീ സുരേഷ്. അല്ലെങ്കിൽ കെജ്രിവാളിന് മറുപടി പറയാൻ BJPയുടെ നേതാക്കൾ തന്നെ രംഗത്തിറങ്ങുന്ന പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അവർ ഉന്നയിക്കുന്ന ആരോപണത്തിന് പശ്ചാത്തലം കൂടിയുണ്ട്. കാരണം നിരവധിയായ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ ഉണ്ടാവുകയും അത് പിന്നീട് ഏത് തരത്തിലാണ് BJP ഗുണമായതെന്നും അവരൊക്കെ എങ്ങനെയാണ് പാർട്ടിയുടെ ഭാഗമായതെന്നൊക്കെ അറിയാം. അങ്ങനെ പല വിധത്തിൽ BJP കേന്ദ്ര ഏജൻസികളെ ആയാലും കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന ആക്ഷേപമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെയും ഡൽഹിയിലും അത് സംശയിക്കുന്നത്. രഞ്ജിത്തെ, കെജ്രിവാളിന്റെ ഗ്യാരണ്ടി കേജ്രിവാൾ വീട്ടിൽ വെച്ച് തന്നെ 13-ാം തീയതി ഒരു ഗ്യാരണ്ടി തീർത്തു കൊടുത്തില്ലേ? സ്ത്രീകൾക്ക് സ്വതന്ത്രമായിട്ട് നടക്കാൻ പറ്റുമെന്ന് കെജ്രിവാളിന്റെ 10 ഗ്യാരണ്ടിയിൽ ഒരു ഗ്യാരണ്ടി നമ്മുടെ സ്വാതി മലിവാളിനെ സ്വന്തം വീട്ടിനകത്ത് വെച്ച് പീഡിപ്പിച്ചതോടുകൂടി സ്വന്തം പ്രൈവറ്റ് സെക്രട്ടറിയെ സ്വാതി മലിവാൾ പോലും പറഞ്ഞിട്ടില്ല പീഡിപ്പിച്ചു. അനാവശ്യമായ പ്രയോഗങ്ങൾ സുരേഷ് ഇവിടെ നടത്തരുത്. സ്വാതി മലിവാൾ പോലും പറഞ്ഞിട്ടില്ലല്ലോ പീഡിപ്പിച്ചു എന്ന്. പിന്നെ നിങ്ങൾ എന്താണ് ഇത്തരം പ്രയോഗങ്ങൾ നടത്തുന്നത്? നിങ്ങളോട് പറഞ്ഞിട്ടാണോ സ്വാതി മലിവാൾ കൊടുത്ത FIR-ൽ വന്ന രേഖകൾ പോലും പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നുണ്ടോ മിസ്റ്റർ സുരേഷ്? നിങ്ങൾക്ക് എന്ത് തോന്നിവാസം വിളിച്ചു പറയാനുള്ള സ്ഥലമാണോ ഈ ചാനൽ റൂം എന്ന് പറയുന്നത്? സ്വാതി മലിവാൾ എവിടെ പറയുന്നുണ്ട് പീഡിപ്പിച്ചു എന്ന്? ഇതാണ് നിങ്ങൾ കെട്ടുകഥകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഉണ്ടാക്കിയ കെട്ടുകഥകളാണ് ഇവിടെ പൊളിഞ്ഞു വീഴാൻ പോകുന്നത്. ഇതിനിടെ BJPയുടെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു വീഡിയോ പ്രചരിപ്പിച്ചല്ലോ. കോടതി മുറിയിൽ 2 കുടുംബാംഗങ്ങൾ തമ്മിലുണ്ടാകുന്ന വഴക്ക് സ്വാതി മലിവാളിനെ ആക്രമിക്കുകയാണ് BJP ഇറക്കിയാണ്. കൃത്യമായിട്ട് BJPയുടെ അട്ടിമറിയും BJPയുടെ ഗൂഢാലോചനകളും തന്നെയല്ലേ ഇത് നടക്കുന്നത്? പറയൂ. അയാൾ എന്താ ചർച്ചയ്ക്ക് ആദ്യം വരുന്ന ആളാണോ? ചില പ്രയോഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചു തന്നെ ഉപയോഗിക്കണം മിസ്റ്റർ സുരേഷ്. ശ്രീ നവീൻജിയാണ് AAPയുടെ പ്രതിനിധിയാണ്. സുരേഷ് ജി, താങ്കൾക്ക് തുടരാം. താങ്കളിലേക്ക് വരാം. തുടർന്നോളൂ. ഒരു മര്യാദ വേണ്ട, ഒരു ചർച്ച മര്യാദ വേണം. അത് തന്നെയാണ് മര്യാദ വേണം. താങ്കൾക്ക് പ്രയോഗങ്ങൾ നടത്തുമ്പോൾ മര്യാദ വേണം. എന്റെ സ്ത്രീ പീഡനക്കാരനായിട്ടുള്ള സ്ത്രീ പീഡനത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെ പക്ഷം സ്ത്രീ പീഡനത്തിന് നേതൃത്വം നൽകുന്നവനെ പാർലമെന്റിലോട്ട് അയക്കണമെന്ന് പ്രസംഗിച്ചത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയാണ് പോയി സ്ത്രീ പീഡനം നടത്തുന്നവരെ പാർലമെന്റിലോട്ട് അയക്കണമെന്ന് പ്രസംഗിച്ചത്. ബിജുൾ റേവണ്ണെ പാർലമെന്റിലേക്ക് എത്തിക്കൂ, നിങ്ങൾ ബിജുൾ റേവണ്ണയ്ക്ക് കൊടുക്കുന്ന നോട്ട് എനിക്ക് നോട്ടാണെന്ന് പറഞ്ഞത് നരേന്ദ്രമോദിയാണ്. അതേപോലെ മണിപ്പൂരിലെ സ്ത്രീകളെ പേടിച്ചപ്പോൾ നിശബ്ദനായിട്ട് ഇന്ന് നരേന്ദ്രമോദിയാണ്. ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്ന സ്ത്രീ പീഡകനെ ഇല്ല, അദ്ദേഹത്തിലേക്ക് അടുത്ത അവസരത്തിൽ പോകാം. സുരേഷ് പറയും. ഒന്നുകിൽ അയാളുടെ മ്യൂട്ട് ചെയ്യൂ. അല്ല, സുരേഷ് പറയും. വരാം, താങ്കളിലേക്ക് വരാം. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഇത് ഞാൻ പറഞ്ഞ വാക്കുകളല്ലല്ലോ. ഇത് അണ്ണാ ഹസാരെ മുതൽ യോഗേന്ദ്ര യാദവ് വരെ ഉൾപ്പെടെയുള്ളവർ ഓരോ സമയത്ത് സമൂഹത്തിനോട് പറഞ്ഞിട്ടുള്ളതും അവസാനം സോദി മലിവാൾ ഇന്ന് സമൂഹത്തിന്റെ മുമ്പിൽ AAP എന്താണെന്നും അതിന്റെ നേതാവ് എന്താണ് എന്നും വ്യക്തമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ആവർത്തിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊന്നും അറിയാതെ ഈ കേരളത്തിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു AAP-ക്കാർ ഇവിടെ കിടന്ന് ഈ അരവിന്ദ് കെജ്രിവാളിന്റെ പാദം നക്കാൻ വേണ്ടി ഇത്രയും പരിശ്രമിക്കേണ്ട ഗതികേടുണ്ടോ? ഞാൻ ഡൽഹിയിൽ നടക്കുന്ന കാര്യങ്ങളും AAP-യുടെ നേതാക്കന്മാരും ഒക്കെ പറഞ്ഞിട്ടുള്ളതും സാക്ഷാൽ അണ്ണാ ഹസാരെ ഉൾപ്പെടെയുള്ളവർ ഈ അരവിന്ദ് കെജ്രിവാളിനെ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത് എന്നുള്ളത് ചരിത്രപരമായ വസ്തുതകളാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനെ അങ്ങനെ ഖണ്ഡിക്കാൻ ധൈര്യമുള്ളവർ AAP-കാരനുണ്ടെങ്കിൽ വരട്ടെ. അല്ലാതെ എന്തെങ്കിലുമൊക്കെ പൊലമ്പി കൂകി തോൽപ്പിക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കണ്ട. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ എനിക്ക് മറ്റൊന്ന് പറയാനുള്ളത്, ഡൽഹി പോലീസ് കേസെടുക്കണ്ടേ? അരവിന്ദ് കെജ്രിവാൾ ആ കോൺസ്പിറസിയിൽ പങ്കാളിയല്ലേ എന്ന് ബോധ്യം വന്നിരിക്കുകയല്ലേ? അയാളുടെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉള്ളപ്പോഴല്ലേ ഒരു വനിതാ MP-യെ ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെട്ടത്, ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടത്? അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ആ മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ചല്ലേ? ഒക്കറൻസ് പ്ലേസ് മുഖ്യമന്ത്രിയുടെ വസതിയാണെങ്കിൽ ആ ഒക്കറൻസ് പ്ലേസിൽ അതിന്റെ നേതാവായിട്ടുള്ള മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് അതിലെ ഒന്നാമത്തെ പ്രതിയെങ്കിൽ അതിന്റെ കോൺസ്പിറസിയിൽ ഇദ്ദേഹം പങ്കാളിയല്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും?
അപ്പൊ അങ്ങനെയുള്ള ഒരു ക്രിമിനലിനെയാണ് സുപ്രീം കോടതി പ്രത്യേക അധികാരം ഉപയോഗിച്ച് പ്രത്യേക ഫേവർ നൽകി ഇന്ന് ഇന്ത്യയിലേക്ക് ഇറക്കി വിട്ടിരിക്കുന്നത്. ഇറക്കി വിടുന്ന സമയത്ത് പലരും ധരിച്ച് ഇദ്ദേഹം വന്നിട്ട് നരേന്ദ്രമോദിയുടെ 400 സീറ്റും എടുത്ത് അങ്ങ് കൊണ്ടുപോയി അങ്ങ് തിഹാർ ജയിലിൽ നിന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയുള്ള അവതാരമാണ് ഈ അരവിന്ദ് കെജ്രിവാൾ എന്നൊക്കെ ഓരോരുത്തർ ധരിച്ചു. കോൺഗ്രസുകാരെ വളരെ ഗതികെട്ട അവസ്ഥയിൽ അനൂപ് ഇവിടെ നിന്ന് സംസാരിക്കുന്നത് കേട്ടത്. ഈ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഈ കേസ് എല്ലാം കൊടുത്തിരിക്കുന്നത് എന്റെ അനൂപേ നിങ്ങളുടെ കോൺഗ്രസുകാരാ. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നിങ്ങളുടെ ഡൽഹിയിലെ PCCയും ഒക്കെ ഈ അരവിന്ദ് കെജ്രിവാളിനെതിരെ പറഞ്ഞ വാക്കുകളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് വായിച്ചിട്ട് വന്നിട്ട് ഈ അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഇങ്ങനെ കിടന്ന് നാവിട്ടടിക്കണം. ആദ്യം നിങ്ങൾ ഛർദ്ദിച്ചതെടുത്ത് വിഴുങ്ങാതിരിക്ക്. നിങ്ങളാണ് അരവിന്ദ് കെജ്രിവാൾ കള്ളനാണെന്ന് പറഞ്ഞത്. നിങ്ങളാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ജയിലിൽ കിടക്കാൻ കാരണമായിട്ടുള്ള കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് ആണ്. അരവിന്ദ് കെജ്രിവാൾ